തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിമിതമായ ഒരു തിരുവഴുത്താണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ അവൻ പോകുകയും ഉണ്ടാകും. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. അടുത്തത്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവിടുന്ന് സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴി ഉണ്ടാകും. അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. ഈ തിരുവഴുത്ത് പല നിലകളിൽ വിഭാഗിച്ച് സംസാരിക്കാം. ഇന്ന് രാത്രി ദൈവകൃപയിൽ ശരണപ്പെട്ട അല്പസമയങ്ങൾ നമുക്ക് തിരുവചനം ധ്യാനിക്കാം. എപ്പോഴാണ് നിർത്താം? അപ്പോൾ 9 മണിയാകുമ്പോൾ ഈ പ്രസംഗം നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒന്നും മാനം
മഹത്വപ്പെടുത്താം. വളരെ പരിചിതമായ ഒരു തിരുവചനത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. പരിചിതരായ എല്ലാ കർത്തദാസന്മാരും ദൈവമക്കളും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുവാൻ തുനിയുന്നില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് വീണ്ടും ഇങ്ങനെ കർത്താവിനെ സാക്ഷിപ്പാൻ ഒരവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ഇന്നലെ രാത്രിയിൽ ഇതിനപ്പുറം പെണ്ണിച്ചായന്റെ ഭവനത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ലഭിച്ചു. വീണ്ടും ഇങ്ങനെ ഒരവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസിച്ച് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. ഈ മൈക്ക് ആ സഹോദരിക്ക് കൊടുക്കുകയാണ്. വായിക്കാം. ചില സന്ദർഭത്തിലൊക്കെ സഹോദരിമാർ വായിച്ചാലും ഒക്കുള്ളൂ. അവർക്ക് ആ കൂടെ കിട്ടുന്ന അവസരം അതേ ഉള്ളൂ. പരുവത്തിന് വരെ ചിലര് നന്നായിട്ട് വായിക്കും. വളരെ പരിമിതമായ തിരുവചനമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. വേദപുസ്തകം നന്നായി പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, അറിയാവുന്ന പ്രിയപ്പെട്ടവരാ ഈ വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന കർത്തദാസന്മാരും വിശേഷിച്ച് ദൈവമക്കളും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വളരെ ശാന്തമായി ലളിതമായി നമുക്ക് ചിന്തിക്കാം. ഈ സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. പൗലോസ് 7 സഭയ്ക്ക് 9 ലേഖനം എഴുതി. അതിന് കാരണം 2 സഭയ്ക്ക് 7 ലേഖനം, കൊരിന്ത്യർക്കും തെസ്സലോനിക്കർക്കും. അപ്പോൾ കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. അതില് 1-ാം ലേഖനത്തിൽ നമുക്കറിയാം 16 അധ്യായങ്ങളാണ്. ഇനി ലേഖനം മൊത്തത്തിൽ പഠിക്കുമ്പോൾ ലേഖനങ്ങൾ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ദൈവദാസന്മാർക്കറിയാം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളും ഉപദേശങ്ങളാണ്. സുവിശേഷം വെളിയിൽ അറിയിക്കാനുള്ളതാണ്. ആ സുവിശേഷം കേട്ട് അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷം പറയണ്ട, അകത്ത് ഉപദേശമാണ് പറയുന്നത്. ഇപ്പൊ നേരെ തലതിരിഞ്ഞ ഇടപാടുകളാണ് മിക്കെടുത്തു. 30 കൊല്ലമായിരിക്കുന്ന അപ്പച്ചനോട് സുവിശേഷം പറയാം. പുള്ളി ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അകത്ത് കർക്കശമായിട്ട് ഉപദേശം പറയാം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ കടതീർന്ന ഉപദേശങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണം, കൊരിന്ത്യ ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനങ്ങൾ, ഫിലിപ്പിയ ലേഖനം സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷം, കൊലോസ്യ ലേഖനം സന്തോഷം പ്രാപിച്ച വിശുദ്ധന്മാരുടെ അവകാശം, തെസ്സലോനിക്ക ലേഖനം അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശ, തിമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും പ്രത്യാശ പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രമാണങ്ങൾ. ഫിലേമോന്റെ ലേഖനം നാം പഠിക്കുമ്പോൾ ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം മുമ്പേ പ്രയോജനമില്ലാത്തവനാ, ഇപ്പൊ പ്രയോജനമുള്ളവനാ. അപ്പോൾ അനേകർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ജീവിതം. എബ്രായ ലേഖനത്തിലെ വിശേഷത ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതെന്ന് കരുതി വെച്ചിട്ടുണ്ട്, മുൻകരുതിയിട്ടുണ്ട്. അങ്ങനെ മുൻകരുതല് മനസ്സിലാക്കി ജീവിക്കുന്ന ദൈവമക്കളോട് പ്രത്യാശ പറയുക, ഒരു പുത്രൻ അവകാശത്തിന് ഭൂമിക്കുമായി നമ്മൾ കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ യോഹന്നാൻ 3 ലേഖനത്തിൽ പറയുന്നത് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചോണം. ജീവിതത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ യൂദ പറയുക, ഇങ്ങനെയൊക്കെ നിന്നാൽ എങ്ങനെ
നീതീകരിക്കപ്പെട്ടും വിശുദ്ധീകരിക്കപ്പെട്ടും സ്വാതന്ത്ര്യമൊക്കെ പ്രാപിച്ച് സന്തോഷത്തോട് സ്ഥാനമാനക്കാർക്കും അവകാശം പ്രാപിച്ചു പ്രമാണത്തിലൊക്കെ നിന്നാൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാണ് പുതിയ നിയമത്തിലെ 22 ലേഖനങ്ങളുടെ പരമപ്രധാനമായ ഉപദേശ വിഷയങ്ങൾ. എല്ലാ ഭാഗത്തേക്കും പോകണ്ടല്ലോ. നമ്മളെടുത്തത് കൊഴുതൽ ലേഖനം. കൊഴുതൽ എഴുതിയ 1-ാം ലേഖനത്തിൽ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം 17 അധ്യായങ്ങളുണ്ട്. ഈ 17 അധ്യായങ്ങളിൽ കൂടി ഓടിച്ചെന്ന് പോയാൽ 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പക്ഷം പിടിക്കുന്നു. പക്ഷം ഇപ്പൊ പക്ഷം എന്നല്ല, ഗ്രൂപ്പിസം. ഇപ്പൊ ഗ്രൂപ്പിസം ഒന്നുമല്ല, വേറൊരു മതമാണ് പാനല്. കേട്ടിട്ടില്ലായിരിക്കും. ഈ ഭാവത്തിൽ ഇതൊന്നും അറിയാൻ ഗ്രൂപ്പ് എന്നാണോ പാനൽ എന്നാണോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ എല്ലായിടത്തും പാനല്. അപ്പല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേരളത്തിന്റെ പക്ഷം, ചിലര് ക്രിസ്തുവിന്റെ പക്ഷം. എവിടെ ചെന്നാലും പക്ഷം പിടിക്കുക. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് 2 പേര് ചോദിക്കുന്നത് എവിടെ, ഞങ്ങള് ഐപിസിലാണ്. ഏത് സെന്റർ അടിസ്ഥാനത്തിലാ സ്നേഹം എന്ന് പോകുന്ന അറിയാതെ ചർച്ചക്കോട് എവിടെ ചർച്ചക്കോട്, ഏത് ചർച്ചക്കോടാണ്? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപാടൊക്കെ. ഐപിസിലുണ്ട്. ഏത് സെന്ററാണ് പേരെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെന്റർ കേൾക്കുമ്പോൾ അറിയാം. അസംബ്ലീസ് ബോർഡിലുമുണ്ട്. മേഖല ഏതാണ് ആലോചിക്കുന്നത്? എല്ലായിടത്തും ഇതൊക്കെ തന്നെ. എല്ലായിടത്തും പക്ഷം, ഗ്രൂപ്പിസം, പാനല്. 1-ാം അധ്യായത്തിൽ കർക്കശമായി പൗലോസിനെതിരെ പറയുകയാണ്. കുറഞ്ഞ സമയത്ത് പഠിക്കുമ്പോൾ ഇവര് ഒന്നിനും കുറവില്ലാത്തവരാ. ഒരു കൃപാവനത്തിലും 1:4 വായിച്ച സിസ്റ്ററെ, 1:4. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനെ നിങ്ങൾ വിജയിക്കാൻ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്മതനായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവനത്തിലും അവൻ നമ്പർ 1 സഭയാണ്. ഒരു സഭ, ഒരു കൃപാവനത്തിലും കുറവില്ലാത്ത സഭ. അന്യഭാഷ, പ്രവചനം, വീര്യപ്രവൃത്തി, രോഗശാന്തി, വെളിപ്പാട് എല്ലാം ഉണ്ട്. കൃപാവരങ്ങൾ ഇങ്ങനെ വരങ്ങളുമൊക്കെയുള്ള ഈ സഭയിൽ പക്ഷം പിടിക്കുന്നു. ഇത് പാടില്ല. അതാണ് 1-ാം അധ്യായത്തിൽ കർക്കശമായി ഉപദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. ആകയാൽ സകല ദൈവങ്ങളോട് ഞാൻ പറയാറുണ്ട്, ഇതിനകത്ത് ഗ്രൂപ്പിസം പാടില്ല, പക്ഷം പിടിക്കരുത്, വേർതിരിക്കാൻ പാടില്ല, തരം തിരിക്കരുത്, തണ്ടി തിരിക്കരുത്. ദൈവത്തിന് ഇഷ്ടമല്ല. 1-ാം അധ്യായത്തിൽ വളരെ കർക്കശമായി അത് വിവരിക്കുന്നത് നമ്മുടെ വിഷയമല്ല. നിങ്ങൾക്കറിയാം, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഉപദേശം ഒന്നും ഇഷ്ടമല്ല. 2-3 ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രാകൃത മനുഷ്യനെ, എഴുതിയനെ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവർക്കാർക്കും പ്രാകൃത മനുഷ്യനൊന്നും ദൈവാത്മാവിന്റെ ഉപദേശം ഇഷ്ടമല്ല, താല്പര്യമാണ്. സഭകളിലാണെങ്കിലും ശരിക്ക് ഉപദേശം പറയുന്നത് ഇഷ്ടമാണ്. ഏതൊരു ഉപദേശി കർക്കശമായ ഉപദേശം പറഞ്ഞാൽ പെട്ടെന്ന് അടിയന്തരക്കാൻ പറ്റും കൂടി വെച്ച പുള്ളി അവിടെ സ്ഥലം മാറ്റാൻ പരിശ്രമിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഉപദേശിമാർ ഇപ്പോൾ ഇതൊന്നും അധികം പറയാനില്ല. കാരണം നേതാക്കന്മാരെ കണ്ട്, സംഘടനാസ്ഥയെ കണ്ട് കാശ് കൊടുത്തില്ല, അല്ലെങ്കിൽ കാശ് കൊടുത്തല്ലെങ്കിൽ ഇവർ ബന്ധമാണെങ്കിൽ നല്ല സഭ കൊടുക്കുള്ളൂ. ഇവരൊക്കെ കാണിച്ചതാണ്. കുഞ്ഞുകുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ജോർജ് കുട്ടി ഇങ്ങോട്ട് കുട്ടനാട്ടിലെ വിളിച്ചിട്ട് ശൈലികളൊക്കെ അങ്ങനെ വരും. വള്ളം കളിക്ക് തോറ്റ വെള്ളം, അങ്ങോട്ട് നോക്കി ജയിച്ച വെള്ളം, ഇതുപോലെ ട്രാൻസ്ഫർ. പിടിയുണ്ടെങ്കിൽ, ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓശാന പാടിയാൽ, ശൈല പ്രദർശനം ചെയ്താൽ, ഇടയ്ക്കിടയ്ക്ക് വല്ലതും കൊണ്ട് പഴയ ഭാഷ കൊണ്ട് ജോർജ് കുട്ടി
ഒന്നും കേൾക്കാതെ ഇത്ര നടത്തി ഇതൊക്കെ കൊടുത്താൽ ടൗൺ സഭ, ആൾ കൂടുതലുള്ള സഭ, സ്തോത്രം, അങ്ങനെയൊക്കെ മേടിച്ച് ലഭിച്ച് വാഴുന്ന, ശുശ്രൂഷിക്കുന്നെന്ന് പറയാൻ ഒക്കത്തില്ല, അങ്ങനെ വാഴുന്ന കുട്ടി രാജാക്കന്മാർ മിക്ക ഇടങ്ങളിലും ഉണ്ട്. ചെറിയ കുട്ടി രാജാക്കന്മാർ പണ്ടൊക്കെ കേരളത്തിലുള്ള നാട്ടുരാജാക്കന്മാർ. ഇതൊന്നും ദൈവികമല്ല. അവർ അങ്ങനെ മേടിച്ച് ചോദിച്ചു ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഉപദേശം പറയാനൊക്കത്തില്ല, ഉപദേശം തീർത്ത് പറയാനൊക്കത്തില്ല. ഉപദേശം പറഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നമാണ്. അവർ ദൈവനാളുടെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങളുടെ ഒരു കൃപാവരത്തിനും കുറവില്ല, പക്ഷെ നിങ്ങളോട് ഈ ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുകയില്ല. 3:1 വായിച്ച സഹോദരി, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് ആത്മീയന്മാരുടെന്നത് പോലെ അല്ല, ജഡീകന്മാരുടെന്നത് പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് അതുപോലെ അത്രേ സംസാരിക്കാൻ ശ്രദ്ധിക്കേ. 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിന് കുറവില്ല. എല്ലാ വരങ്ങളും ഉണ്ട്. അന്യഭാഷയും പ്രവചനവും വെളിപ്പാടും ദർശനവും വീര്യപ്രവൃത്തി രോഗശാന്തി വചനത്തിൽ ഭയങ്കര കിട്ടും നല്ല പരിജ്ഞാനവും. നമ്പർ 1 സഭയാ, മുന്തിയ സഭ, ഒന്നാമത്തെ സഭയാണ്. ഈ സഭയോട് പൗലോസ് ഈ പുറമെയല്ല നോക്കിയത്, ആഴമെല്ലാം ഒന്ന് പരിശോധിച്ചു. 2:9 വായിച്ചേ. 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും സകലത്തെയും ദൈവത്തിന്റെ ആഴമറിയും. എനിക്ക് നിങ്ങൾക്ക് പുറകെ നോക്കി വിലയിരുത്താം, അഭിപ്രായം പറയാം. നമ്മൾ പറയില്ലേ, ആ അപ്പച്ചൻ നല്ലൊരു അപ്പച്ചന, ആ അമ്മച്ചൻ നല്ലൊരു അമ്മച്ചി, ആ സഹോദരി നല്ലൊരു സഹോദരൻ കുഴപ്പമില്ല, നല്ലതാണ്, അത് പറഞ്ഞാൽ വിലയിരുത്തുക. ആ ക്ലാസ് കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ പുറമെ നോക്കി വരും. പക്ഷേ ആത്മാവാണ് പറയും. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത നമ്പർ 1 സഭ, വചനത്തിൽ നല്ല ദുഃഖമാണ്. കുർബാന്യം വായിക്കുമ്പോഴറിയാം ഈ മേഖലയെ കൂടെ ഇവിടെ പണ്ട് ഇവിടെ ഒരു സഭയുണ്ട്, പേര് പറയുന്നില്ല. അപ്പൊ ആ സഭയിൽ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ വേറെ അച്ഛാ ഭയങ്കര വചനതിട്ടമാണ്. കുറച്ച് സഹോദരിമാര് ഫ്രണ്ടിൽ പോകണ്ട, എല്ലാവർക്കും നല്ല തിട്ടമാണ്, പറയുന്നതിന് മുന്നേ വായിക്കും. അവർക്ക് എല്ലാവർക്കും ഇന്ന് നമ്മുടെ കുർബാന്യം വായിക്കുമ്പോഴേ അവരെ പേരിൽ കയറ്റുമെന്ന് പറഞ്ഞു. അടുത്തത് അവർക്കറിയാൻ ഞാൻ പറഞ്ഞ നോക്കട്ടെ. ഞാൻ ചെന്ന് പറഞ്ഞതുപോലെ പൂർവാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ വേറെ റൂട്ടപ്പെടുത്തി പോയി. അത് വളരെ അഭിനന്ദനീയമാണ്. അത്രയ്ക്ക് തിട്ടമാണ്. കൊലുതി സമകാല വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്. ഇപ്പം നമ്മുടെ ആൾക്കാരും ഉപദേശമായൊരു സംഗീതത്തെ നല്ല മിക്കവരും വചനത്തിൽ തിട്ടമായതുകൊണ്ട് വേറെ പോലും കൊണ്ടുവരുന്നില്ല. ഇതിനൊന്നും ആവശ്യമില്ല. പണ്ട് VT ജോസഫ് അവരുടെ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് അതിശോഭനയൊന്നുമില്ല, മോനെ ബൈബിളെങ്ങാനും കാണാതെ പോകാൻ പേടിക്കേണ്ട, അപ്പച്ചൻ പറഞ്ഞു തരാൻ എഴുതിയെടുത്താൽ മതി. അത് അതിശോഭനയൊന്നുമല്ല, നല്ലതാണ്. കൊലുതി സഭക്കാർ ഇതുപോലെ വചനത്തിൽ നല്ലത് വചന പരിജ്ഞാനം. അവന് നിങ്ങൾ വിശേഷ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരും. നമ്പർ 1 സഭ. ഇങ്ങനെയുള്ള ഒരു സമയം പറ്റി എന്റെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇതോടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ. പക്ഷേ ആ സഭയുടെ ആഴം പരിശുദ്ധാത്മാവ് നോക്കി. 2-ാം അധ്യായത്തിൽ ആത്മാവ് ആഴങ്ങൾ അറിയുന്നു. ദൈവത്തിന്റെ ആഴങ്ങൾ വരെ അറിയാം. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴമറിയ ആത്മാവ് ഇവരോട് 3-ാം അധ്യായത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് വരവുണ്ട്, കൃപയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെയൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? 3:3 വായില്
നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ 1-ാം അധ്യായത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു കൃപാവരത്തിലും കുറവില്ല. 2-ലാണ് പറയാ നിങ്ങളുടെ ഈർഷ്യം. അപ്പൊ എല്ലാം ഉണ്ട്, വരങ്ങളുമുണ്ട്, ഈർഷ്യം പിണക്കമല്ല. 3-ാം അധ്യായത്തിൽ കർക്കശമാനവരെ തർജ്ജനം ചെയ്യുക. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അറിവ് ചീർപ്പിക്കുക. ചുമ്മാ ഇങ്ങനെ വീർക്കും ചുമ്മാ തന്നെ വീർക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം അറിയാമുള്ളൊരു ചിന്ത. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട, ഞാനെല്ലാം പഠിച്ചേച്ച് ഇരിക്കുക. ഉപദേശമൊക്കെ എനിക്കറിയാം. ഞാൻ ഉന്നത സാറിന്റെ ക്ലാസ്സിൽ കയറോ അപ്പൊ അതിനെ കിട്ടിക്കൊണ്ട് അടുത്ത ആൾ പറയും ഉന്നത സാറ് പഠിക്കും, നിങ്ങൾ സൈമൺ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നതാണ്. അപ്പൊ വേറെ ആൾക്കാർ ഞങ്ങളുടെ തിയോളജിയുടെ മുഴുവൻ വശവും ചുമ്മാ ചീർക്കുക. എല്ലാം ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളാണ് ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും നമ്പർ 1. അങ്ങനത്തെ ആളുകളുണ്ട്. എല്ലാം തികഞ്ഞു. ഈ ആത്മീയ നികളമുള്ള ആൾക്കാരുണ്ട്. നമ്മളാ ചില ആൾക്കാർ നമ്മളെ ചിലരെ അംഗീകരിക്കത്തില്ല. ആത്മീയരുടെ ഇടയിൽ തന്നെ കയ്യൊക്കെ തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. രക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കപ്പെടാത്തവരെ കാണുമ്പോൾ എല്ലാവരും അല്ലെങ്കിലും ബ്രദറെ രക്ഷിക്കപ്പെട്ടതാണോ? ഇല്ല. ഉടനെ ആ മോത പോകുന്നതാണോ? അടുത്തത് നമ്മൾ സ്നാനപ്പെട്ടതാണോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടെ അടുത്തത് അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. അല്ല, ഇത് മാത്രമല്ല, ഇതിലൊക്കെ അപ്പുറം ചില ആൾക്കാര് ഞങ്ങളാണ് ഏറ്റവും തോപ്പ്, മറ്റവരാരും ഒന്നും. ഇതിന്റെ ആത്മീയ നകളമാണ്. അറിയാവുന്ന ചിന്ത ചുമ്മാ ചീർക്കില്ല. പ്രിയരെ, വെറുതെ ചീർക്കരുത്. ഞാൻ എന്റെ എളിയ അനുഭവം പറയാം. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്കിലും പറയാം. ഈ വേദപുസ്തകം പഠിക്കുന്തോറും ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, നമുക്കൊന്നും അറിയത്തില്ല. ശ്രേഷ്ഠരായ ദൈവദാസന്മാരെ കൂടി വചനം കേൾക്കുമ്പോൾ, ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ, ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എന്റെ അനുഭവമാണ്, ഒരു കാര്യം കൂടി കിട്ടി, നമുക്കൊന്നും അറിയത്തില്ല. രണ്ടാമത്തെ ഒരു അനുഭവം എന്റെ അനുഭവമാണ്. കർത്താവിനോട് സ്നേഹം കൂടുക. കാരണം ഇത് കേൾക്കാനും മനസ്സിലാക്കാനും ഭാഗ്യം ലഭിച്ചല്ലോ. ഈ മാവേലിക്കരയിലെ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും വിദ്യാഗുണന്മാരും കുലീന കുടുംബത്തിൽപ്പെട്ടവരും ലോകപരമായിട്ടൊക്കെ വളരെ വളരെ ഔന്നത്യം പ്രാപിച്ച ധാരാളം ആൾക്കാർക്ക് മനസ്സിലാകാത്ത, ഗ്രഹിക്കാൻ പറ്റാത്ത ഈ മാർമിക സത്യം സാധുക്കളാകുന്ന നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നല്ലോ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അറിവ് ജീവിപ്പിക്കരുത്. നാലാമത്തെ ജീവിക്കില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഈ ശുശ്രൂഷകളിൽ സഹകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചില വേദിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ മെനക്കെട്ടിരിക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. ഒരു സ്തോത്രം പറയാ, കൈയടിക്കാൻ, ചുമ്മാ ഓരോ കസേരയിൽ നിറച്ച് കൈയടിക്കുക. സാഹചര്യം ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ കുഴപ്പമില്ല. ചിലയിടങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ കമ്പിയെ മുണ്ടിയിരിക്കും പോലെ വെറുതെ മെനക്കേടില്ല. ഒത്തിരിയുണ്ട്. ഇവരെ സ്തുതിച്ചാണ് നമ്മുടെ നാളെ പറഞ്ഞപ്പോൾ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ നല്ല പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, നേരത്തെ പ്രസംഗിച്ച് പ്രസംഗിച്ചപ്പോ ഇയാൾ മനോട് നോക്കിയപ്പോ മനുതല്ലെന്ന് പറഞ്ഞു. തന്നെ വേണ്ട സൂക്ഷിച്ചോളാം. അല്ല, അമ്മ പറഞ്ഞ ഞങ്ങൾ ഉപദേശമാരി നിൽക്കുന്നുണ്ട്. അവര് എല്ലാവരും ഇങ്ങനെ ഈ നിൽക്കുമ്പോൾ അവര് നിങ്ങൾക്ക് പിന്നെ പ്രചരിക്കുകയില്ല. അതൊരു നല്ല നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ ഇരുന്നോ. ഒരു പൈകനാണ് ഇവിടുന്ന് ദൈവവചനമാണ്. യോജിച്ച് അതിനെ പ്രതികരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു കാര്യം സമ്മതിക്കണം, നമുക്കൊന്നും അറിയത്തില്ല.
കൊണ്ടുവന്ന ഇത് മനസ്സിലാക്കി തരുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി ഓർത്തോർത്ത് ദൈവത്തിന് ഭാഗത്ത് കൊടുക്കണം. ഈ സത്യം മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അത് 4-ാം അധ്യായത്തിൽ കടമാനം ചീർപ്പിക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ സഭയ്ക്കകത്ത് പ്രവേശിക്കുന്നു. അതിനെതിരെ കർക്കശമായി തർജ്ജമ ചെയ്യുക 5-ാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യവഹാരമാണ്. കേസ് കോടതി മടക്കും. ഒന്ന് പറഞ്ഞ് 2-ാമത്തേന് മാവേലിക്കര കോടതിയിലാണ്. അടുത്തല്ലേ സഭയ്ക്കകത്ത് അഭിപ്രായ വ്യത്യാസം വരും, അഭിപ്രായ ഭിന്നതകളും വരാം. അല്ലെങ്കിൽ അതെല്ലാം ഇതിനകത്ത് പരിഹരിക്കണം, വെളിയിൽ കൊണ്ട് കൊടുക്കരുത്. പഞ്ചായത്ത് മെമ്പറെയും കണ്ട്, പ്രസിഡന്റിനെയും കണ്ട്, വക്കീലിനെയും കണ്ട്, മനസ്സിലായോ? എംഎൽഎയുടെ പുറകിൽ പോയി ഇഷ്ടപ്പെട്ട നാട്ടിൽ വോട്ട് ചെയ്തു. പക്ഷേ ഇതിനകത്തെ വിഷയം ഇവിടെ ഒരു പ്രാപ്തിയുള്ള ദൈവദാസന്മാരുണ്ടല്ലോ, അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആലോചിച്ച് പ്രശ്നം തീരുമ്പോ ഒറ്റ വിഷയമുണ്ട്, ക്ഷമിക്കാൻ മനസ്സുണ്ട്. കൗൺസിലൊന്നും കൂടെ ഒരു കാര്യവും ഇതെല്ലാം തിങ്കളാഴ്ച ചൊവ്വാഴ്ച എല്ലാവരുടെ കുത്തിയിരുന്ന മണ്ണും കടവും 2.5 മണിക്കൂർ കൊടുത്താല് ഇതുപോലെ പരിഹരിക്കുമോ, തീരുമോ? തീരാൻ ഒറ്റ മാർഗമുള്ളത് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? പിന്നെ നിയമം അനുസരിച്ച് നമ്മൾക്കെതിരെ ആരെങ്കിലും കോടതി കേസ് കൊടുത്താൽ കോടതി വിളിക്കുമ്പോൾ നമ്മൾ ചെന്ന് നമ്മളായിട്ട് നടക്കുകയുള്ളൂ. നിന്റെ വ്യവഹാരം നടത്തുന്നത് ദൈവമാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ സ്വതന്ത്ര ദൈവമാണ്. തർജ്ജമ ചെയ്യാം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുടുംബ പ്രശ്നം, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, സമൂഹത്തോട്, സഭയോട്, കുടുംബത്തോടൊക്കെ പെരുമാറണം, ഇടപെടണം. ഇതെല്ലാം കർക്കശമായ ഉപദേശമാണ്. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം തിന്നാമോ തിന്നാൻ പാടില്ലയോ തർക്കം നടക്കില്ല. തിന്നാമോ തിന്നാൻ പാടില്ലെന്ന് മറ്റു ജനങ്ങൾ ആഹാരം ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നില്ല. ഇനി അഥവാ തിന്നാൻ കുടിച്ചാലും ദൈവത്തിന് ആകും മഹത്വപ്പെടണം. ഇതൊക്കെയാ അവർക്ക് ആകർഷമായ തർക്കം നടക്കില്ല. 8-ാം അധ്യായത്തില് വിഗ്രഹാർപ്പണം. 9-ാം അധ്യായത്തിൽ ഇതെല്ലാം ഉപദേശിച്ച പൗലോസിനെതിരെ കുറിച്ച് ചെയ്യാം. ഇത് പറയാം പൗലോസാണ്. പൗലോസിനേക്കാൾ മുന്നേ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അധ്യാപനം രക്ഷിക്കപ്പെട്ടത്. ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഡെമസ്കസ് ഞങ്ങൾ പണ്ട് പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാൻ പിണങ്ങാതിരിക്കൊന്നുമില്ല. നമ്മൾ ഈ ചില സമുദായക്കാർ പാരമ്പര്യം പറയുന്നു, അതിൽ കൂടുതൽ പാരമ്പര്യം നമ്മളല്ലോ പറയാം.
150 എന്നാലും പാരമ്പര്യമായി. മക്കള് 600, 800, 900, 1000 വർഷം, ചില പറയുന്നത് 2000 കഴിഞ്ഞു. അവർക്ക് പിന്നെ കുറച്ചുകൂടെ മര്യാദ ഉണ്ട്. 150 ആകാത്ത ഇവിടുത്തെ ആൾക്കാർ പിന്നെ നമ്മളെ പാരമ്പര്യക്കാർ മിണ്ടുന്നില്ല. നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? നമ്മളിത് എവിടെയാണ് വീട് ഇങ്ങനെ എടുക്കാം. എത്ര നാളായി? ഒരു 30 കൊല്ലമായി. അത്ര ആയോ? എനിക്ക് അത്ര ആയോ? എന്റെ വല്യപ്പനാ തുടങ്ങിയത് പാരമ്പര്യം. എന്റെ വല്യപ്പനാ എന്ന് ജോലി തോന്നുമ്പോഴും മേടി ചേർന്നാലും മാവേലിക്കരവന്റെ എന്റെ അപ്പച്ചനില്ലയോ അവിടെ കൈ പിടിച്ചു ദത്തമാനം ചെയ്യും. ഞങ്ങൾ പഴയതാണ്. ആരാ സ്നാനപ്പെടുത്തിയത്? എന്നാ പറഞ്ഞ എന്നെ സ്നാനപ്പെടുത്തിയതും ഐപിസിക്കാരങ്ങനെ എന്നെ സ്നാനപ്പെടുത്തിയതും കല്യാണം നടത്തിയതും കൊച്ചിനെ പ്രദർശിച്ചതല്ല സാറപ്പച്ചൻ. നല്ല ആശയത്തിലല്ല, പാരമ്പര്യം. ചർച്ചക്കൂടുകാരെ വരെ അടുത്തലാണ് സായി ഞങ്ങളുടെ വീട്ടിൽ വന്നു കിടന്ന കത്തിൽ യാത്ര ചെയ്ത കാണാൻ വേണ്ടി ഇപ്പോഴും ആരുടെ പാരമ്പര്യം? ആരെ ഇവിടെ നിൽക്കണം? പൗലോസിനെ ചോദ്യം ചെയ്യുകയാണ്. ഇതൊക്കെ പറയാൻ പൗലോസായ 9-ാം അധ്യായത്തിൽ 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിഗ്രഹാരാധന ഭക്ഷിച്ച് പട്ടുപോയ ലിസ്റ്റും വിഷയവും. അതാണ് അത്. 11-ാം അധ്യായത്തിലെ ജ്ഞാനപ്പെട്ട് പറയും 2 കാര്യമാണ് പ്രധാനം. ഒന്ന് ഫാഷൻ. ലോകക്കാര് ഏത് മോഡൽ കാണിക്കുന്നോ അത് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, അവര് പ്രാർത്ഥിക്കാതെ ചെയ്യുന്നു, നമ്മൾ പ്രാർത്ഥിച്ചത്. അവര് പ്രാർത്ഥിക്കാതെ ചെയ്യുന്നു, നമ്മുടെ സമയം വന്ന് പ്രാർത്ഥിച്ച ചെയ്യുന്നു. വ്യത്യാസമൊന്നുമില്ല. അതെ, 11-ാം അധ്യായത്തിലെ 2-ാമത്തെ പ്രധാന വിഷയം തിരുമേശയുടെ ഉപദേശം. 11-23 മുതൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൃപാവരം നിന്നിട്ടില്ല. നിന്നു പോയെന്നൊക്കെ ചിലര് പറയുന്നു. തർക്കിക്കണ്ട. നിന്നിട്ടില്ലെന്ന് പൗലോസ് പറയുന്നു, ഞാനും പറയുന്നു. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിൽ ദൈവത്തിന് മഹത്വം. 13-ാം അധ്യായത്തിൽ ഈ വരമൊക്കെ ഉണ്ടെങ്കിലും അതിശ്രേഷ്ഠമായ ഒരു വരമുണ്ട്, സ്നേഹം. എല്ലാം കൊടുക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാം വഹിക്കുന്ന ആ ശരിയായ വാസ്തവമായ ദൈവസ്നേഹം അത് നമ്മുടെ അകത്ത് വ്യാപരിക്കണം. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധങ്ങളാണ്. വരമുണ്ടെങ്കിൽ ചെറുക്ക് വിവരമില്ല. അപ്പൊ അതുകൊണ്ട് വരമല്ല, വിവരം വേണം. അത് വിനിയോഗിക്കേണ്ട വിധങ്ങളോ. അതാണ് 14. ഒരു പദം അവിടെ കൊടുത്തത് ഉചിതമായിട്ടും ക്രമമായിട്ടും. അങ്ങനെ ഉചിതമായി ക്രമമായിട്ടും, അതെല്ലാം ഉചിതമായിട്ടും ക്രമമായിട്ടും ചെയ്യണം. 15-ാം അധ്യായത്തിൽ പ്രത്യാശയുടെ അധ്യായമാണ്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരവും നമ്മുടെ തേജസ്സും തേജസ്സിനെ തേജസ് കിട്ടുന്നതൊക്കെ അടുക്കളക്കായിട്ട് കൊണ്ട് തടികിച്ച് പ്രത്യാശയുടെ കൊടുമുടിയിൽ എത്തിക്കുന്ന അധ്യായമാണ് 15. 16-ാം അധ്യായം എല്ലാവർക്കും അത്ര തൃപ്തി ഉള്ളതല്ല. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാട് വരണം, വെറുതെ വരരുത്, ചരതിച്ചു വെച്ചതല്ല. അതെല്ലാവർക്കും വലിയ താല്പര്യമില്ല. പണ്ടൊക്കെ പഴയ കാലത്ത് ഉപദേശങ്ങൾ ഇങ്ങനെ ശരിക്കും പഠിപ്പിക്കുന്നത് കൊണ്ട് ഞായറാഴ്ച വരുമ്പോ അങ്ങനെ വരുന്നത്. അങ്ങനെ വരുന്നത് ഞാൻ ചില കാര്യം കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ നന്നായി കടകൊള്ളവരുണ്ട്. 2 കോടി മുട്ട ഇട്ടാൽ സൺഡേ സ്കൂളിൽ വരുന്ന പിള്ളേരുടെയും മുട്ട കൊടുത്തു വിടുവാണ്. പിള്ളേർ നേരത്തെ കൊടുക്കും. പിടിയരി അരി വാങ്ങി എടുക്കുമ്പോൾ ഒരു പിടി മാറ്റുക. അത് ഞായറാഴ്ച പിള്ളേരുടെ ചിലപ്പോൾ പിള്ളേരുടെ ഞാൻ കൊടുത്തു വിടും. അത് അവിടെ കൊണ്ടിങ്ങനെ മാറ്റി വെക്കുന്നതൊക്കെ കണ്ടിട്ടും ദേശീയ കാണുമ്പോൾ തന്നെ മനസ്സിലെടുക്കും. പിന്നെ തന്നെ കൊടുക്കണം.
ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ ദൃഷ്ടാന്തം ഒന്ന് പറയുന്നുണ്ട്. അതുപോലെ നല്ല ഒത്തിരി പേരുണ്ട്. അച്ഛനുണ്ടായിരുന്നു. ഒരു ദിവസം ഞായറാഴ്ച ഞാൻ നന്നായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇരുന്നു. അപ്പോൾ ഒരു ഞായറാഴ്ച എന്നപ്പോൾ ഓടത്തെ പാത്രത്തിൽ ഒരു വലിയ തെങ്ങുണ്ട്. സഹായത്തിനെ കൊണ്ട് ചെന്നപ്പോൾ ആരോ കൊണ്ട് ഒരു പശുവിനെ രാവിലെ ഇവിടെ കൊടുത്തിട്ട് എന്തെങ്കിലും മറ്റാൾക്കാരുണ്ട്. അപ്പം സെക്രട്ടറി കയറി വന്നപ്പോൾ ഈ പശു കിടാവും. അപ്പോൾ ഭാഷ ഇത് ആരുടെ അതിനെ പറഞ്ഞു അച്ചായ ദശാംശം കൊണ്ടുവന്നതാണ്. സഭയിലെ ഒരു അച്ചായ പുള്ളി രാവിലെ കൊണ്ട് കൃത്യച്ച് പറഞ്ഞു ഭാഷ എടുക്കുവോ കറക്കുവോ വിൽക്കുവോ അറക്കുവോ എനിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നു. ആ പശു പ്രസവിച്ച് 18 ദിവസം കഴിഞ്ഞപ്പോൾ കിടാവ് വായിക്ക് കൊണ്ടുവന്ന് ഞായറാഴ്ച രാവിലെ നിങ്ങൾ പറയാ വട്ടാണ്. കൃഷി കഴിഞ്ഞാൽ നെല്ല് കയറ്റി വീട്ടിൽ കൊടുക്കുമ്പോൾ ഒരു വള്ളത്തിനകത്ത് ഒരു വള്ളം നെല്ല് എടുക്കും. ഞാൻ എൻ്റെ അറിവിൽപ്പെട്ട ഒരാളുടെ കാര്യം പറഞ്ഞത് ഇതുപോലെ ധാരാളം ദൈവങ്ങളുണ്ട്. അവർക്കാർക്കും ദൈവം ഒരു ദോഷം വരുത്തിയിട്ടില്ല. ദൈവത്തിന് മാത്രം 16-ാം അധ്യായത്തിന് പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് ആ ഭാഗം വിട്ടേക്കാൻ നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരാം. നമ്മൾ വായിച്ചത് 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മേലെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ശ്രദ്ധിക്കുക, ഈ 10-ാം അധ്യായത്തിൽ പ്രാരംഭവാക്യം മുതൽ നിങ്ങൾക്ക് അറിയാൻ പഠിക്കുമ്പോൾ ഇസ്രായേൽ ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ വായിക്കുമ്പോൾ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിന്റെ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുകരിച്ച് ആത്മീയ പാനീയം അവർ കുടിച്ചത് ആ ക്രിസ്തുവാണ്. എങ്കിലും അവന് മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തെളിവിട്ടു. ഈ കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കണം. അപ്പൊ നിങ്ങൾ അറിയണം. എന്താ പറയണം? എല്ലാവർക്കും ചെയ്യാമല്ലോ. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഈ പുതിയ ഉപദേശക്കാരുണ്ട്, ദുരുപദേശക്കാരൻ. അവർ പറയുന്നത് ഈ പഴയ നിയമം പ്രസംഗിക്കരുത്, അത് തുടരരുത്, മിണ്ടരുത്, കീഴിക്കള, ഒന്നിച്ച് കുത്തിക്കെട്ടിയതാര ഇതൊക്കെ അവർക്ക് അറിയുന്നത്. പൗലോസ് വളരെ കർക്കശമായി പറഞ്ഞു, നിങ്ങൾ ഏതാ അറിയാതിരിക്കരുത്, അറിയണം. എന്തോ അറിയണ്ടേ? ഇസ്രായേൽ ചരിത്രം നിങ്ങൾ അറിയണം.
ഇത് നമുക്ക് ദൃഷ്ടാന്തമാക്കി തന്നിരിക്കുന്ന വിഷയമാണ്. ഈ മുമ്പ് പറഞ്ഞ കാര്യമെല്ലാം നമുക്ക് ഇസ്രായേലിൽ പുറപ്പെട്ടതും ചെങ്കടൽ കടന്നതും മരുഭൂമിയിൽ പ്രയാണം ചെയ്തതും നിങ്ങൾ അറിയാതിരിക്കരുത്. അവർ പാട്ട് പോകരുത്. എന്നിട്ട് പറഞ്ഞാൽ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്ന ഈ വിഷയം. ഇതെന്തിനാണ് ചോദിച്ചാൽ വേറെ വാക്കുകൊണ്ട് ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിന്. സഹോദരി 11-ാം വാക്യം വായിച്ചേ. അടുത്ത വാക്യം. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനാണ്. കണ്ടോ, നിങ്ങളിത് അറിയാതിരിക്കരുത്, നിങ്ങളത് അറിയണം. ലോകാവസാനത്തിലേക്ക് വന്നെത്തിയിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഇത് ബുദ്ധി ഉപദേശിക്കും. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം പറഞ്ഞെന്തുവാ? ആയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ വീണവരുടെ കാര്യമാണ് 10-1 മുതൽ നാടോട്ട് പഠിക്കുന്നത്. വീണെന്നല്ല, ഇവരെ തെളിയില്ല. ഇവര് ഈ ഇഷ്ടപ്പെടാനിയ വരുമ്പം ദൈവം അങ്ങനെയൊക്കെ ചെയ്യും. ഒരു കൂട്ടരെ തെള്ളി കിട്ടുന്നതിന് വെട്ടിയെന്ന ശുക്രനെ നമ്മളെ പറയാ തങ്കത്തിന് നല്ല ശുക്രദശയാണ്. യാലി കയറിയതിന് ഒരാളെ പറഞ്ഞ ആ ഭാഷക്ക് നല്ല കയറിയെന്ന പെട്ടുകൊണ്ടങ്ങനെ ശുക്രൻ ഉണ്ടെന്നില്ല. നിങ്ങൾ ഈ കാര്യം അറിയാതിരിക്കരുത്. ഇവിടെ വായിക്കുന്നത് ഇവരെ ദൈവം തെളിയിട്ടു, ഇവര് പട്ടുപോയി. ഇവരെ തെളിയിടാൻ ആ പ്രായത്ത് ഞാനിത് ശാന്തമായിട്ട് പഠിച്ചപ്പം തെളിയിടാനായിട്ട് 10-32 കൂട്ട കാര്യമാണ്. 32 തെളിയിടാൻ 5 കാര്യം പ്രധാനമായിട്ട്. 1 ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 ധനസംഘം, 4 പിതൃവെറുപ്പ്, 5 ദൈവത്തെ പരീക്ഷിക്കുന്നു. ഈ 5 കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തം പഠിച്ചാൽ 38 കൂട്ടം കാര്യം കൊണ്ട് തെളിയില്ല. ഈ 5 അവിടെ നിൽക്കട്ടെ. വേറെ 2-3 കൂടെ ചിന്തിച്ചേച്ച് ഇങ്ങോട്ട് വരാം. എന്നാ കുഴപ്പമുണ്ടോ? ഇത് തന്നെ കുഴപ്പമായിരിക്കും. ഇവരെ തെളിയിടാൻ പട്ടുപോകാൻ കാരണം ഒരു വാക്യം എന്ന് വായിച്ചു. അതുപോലെ വാക്യമാണ് 106-ാം സങ്കീർത്തനം 24. അമ്മ മൊബൈലിൽ വെച്ച് ബൈബിൾ എടുക്കണേ. ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കാറ്. എന്താ 106-24 അവസരം തിരിച്ചു കൊടുത്തു. മിക്കവാറും ഒന്നുകൂടെ വായിക്കും. അവർ മനോഹര ദേശത്ത് നിരസിച്ചു. അപ്പോൾ തെളിയിടാൻ തകർന്നു കളയാൻ ഇടാനുള്ള ഒരു കാരണമാണ് മനോഹര ദേശത്ത് നിരസിച്ചു. ഏതാ മനോഹര ദേശം? കനാനാണ്. കനാന്റെ പ്രത്യേകത പുറപ്പാട് 3:7, ആവർത്തനം 11-10, 106-ാം സങ്കീർത്തനം ഇപ്പം വായിച്ചാൽ 24, 16-ാം സങ്കീർത്തനത്തിന്റെ 13-6, ആവർത്തന പുസ്തകം 8-7 മുതൽ താഴോട്ട് എല്ലാം വായിക്കാൻ നേരമില്ല. ഒരു വാക്യം മയില് ആവർത്തനം 8-7, ബാക്കിയൊക്കെ ചുമ്മാ വീട്ടിൽ പോയി. ആവർത്തനം 8-7 മനോഹര ദേശത്തിന്റെ വിശേഷത. മയില് നല്ലൊരു മലയിൽ പുറപ്പെടുന്ന നീരെടുക്കുന്ന ഉറവകളുടെ തടാകങ്ങളുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മേഖലമുള്ള ദേശം, ഒലിവൃക്ഷമുള്ള ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് കയ്യും കെട്ടി വായും കൊണ്ട് തള്ളവന്നെ പറപ്പിച്ച് ആളുകളെ ചിരിക്കണമെന്നല്ല, വായിച്ച സഹോദരി കേൾക്കട്ടെ. എല്ലാവരും ഒടുവിൽ വായിച്ചത്
സെക്ഷൻ ചുമതലയുണ്ട്. സെന്ററിന്റെ ഏരിയ അതിന്റെ മൊത്തം. ദൈവസന്നിധി വരുമ്പോ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നല്ലതുപോലെ സ്തോത്രം ചെയ്യണം. പാട്ടുകാരെ സ്തോത്രം ചെയ്യണം. അറിയാം നല്ലതുപോലെ ദൈവം ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊരു ശുശ്രൂഷയാണ്. അനേകത്തിൽ ലഭിക്കാത്ത ശുശ്രൂഷ. ഞാൻ ഇവരെ വഴക്ക് പറയും. കൊട്ടാൻ വരുന്നവളാണ് നിന്റെ വേറെ പുസ്തകമാണ് അതിനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പണ്ട് കൊണ്ടുപോകുന്നില്ല. അല്ല, അഭിനന്ദിക്കുന്നു. ഇതൊരു ശുശ്രൂഷയാണ്. പാടുപാടുന്നത് ദൈവദാസന്മാരെ ഒരു ശുശ്രൂഷയാണ്. പ്രാർത്ഥന ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് പോലെ മകനീയ ദൈവം നമ്മുടെ മകന് നടക്കില്ല. കെട്ടുവരാൽ ചുട്ടുപടിപ്പിച്ചവരുടെ സത്യങ്ങളുടെ ഏഴ് നക്ഷത്രം മകനീയ പിടിച്ച് കൈവിടാതെ കൺമണി പോലെ കാത്തു കൃപയിൽ മുഴുവൻ കൈവിടാതെ കൺമണി പോലെ കലങ്ങിയുള്ള തീരുന്നേനോ കലങ്ങിയുള്ള തീരുന്നേനോ ഞാൻ എപ്പോഴും പറയും, ഈ കൃപയിൽ വന്നതാ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം. പിന്നെ എന്റെ ഭാഷ പറയും, ഈ സുവിശേഷം കേട്ടതാ ഭാഗ്യം, ഈ സുവിശേഷത്തിന് ചുമട് കൊടുത്തതാ ഭാഗ്യം. നമ്മളെ ഉയർത്തിയത് ഈ സുവിശേഷം. ഈ മാർഗം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സുവിശേഷം. ഞാൻ പ്രസംഗിക്കുന്ന ചിലയിടങ്ങളില് സമയം കിട്ടുമ്പോഴൊക്കെ പറയും സുവിശേഷത്തിന്റെ വിശേഷത. സുവിശേഷത്തിന്റെ ഉള്ളിൽ വിശേഷത. എന്തുവാണ് സുവിശേഷത്തിന്റെ വിശേഷത? മനോഹര ദേശമാണ്, മനോഹരമാണ്, സന്തോഷമാണ്. സുവിശേഷത്തിന്റെ വിശേഷത
ഒരു 3 വാക്യം വായിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ഭാഗത്തോട്ട് വരാം. സുവിശേഷത്തോട് കൂടാതെ റോമർ 1:16 പെട്ടെന്ന് വായിച്ചിട്ടുണ്ട്. അടുത്തുള്ള വാക്യം അതിൽ വായിച്ചു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ലജ്ജയില്ല. അടുത്തതാണ് വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അതും രക്ഷിക്കാൻ ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. സുവിശേഷം മാത്രമേ രക്ഷിക്കൂ, സുവിശേഷത്താൽ മാത്രമേ രക്ഷപ്പെടൂ. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, നസറേയനായ യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ നസറേയനാകുന്ന അതാ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ വിശേഷത രക്ഷിക്കുന്ന മാർഗം. നിന്റെ കുടുംബപാരമ്പര്യം ഒന്നും നിന്നെ രക്ഷിക്കുകയല്ല, പണമൊന്നും നിന്നെ രക്ഷിക്കത്തില്ല, പ്രതാപമൊന്നും രക്ഷിക്കത്തില്ല. കണ്ടുവച്ച പണക്ക് പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങോട്ട് മനുജ നീ ധനമതു നിന്നകണ്ട മനുജ, നീ ധനമതു നിന്നകണ്ട മനുജ, നീ ധനമതു നിന്നകണ്ട മനുജ. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. ആ സുവിശേഷത്തിന്റെ വിശേഷത വിസ്തരിക്കുന്നില്ല. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗം. രണ്ട്, ഈ സുവിശേഷത്തിന്റെ വേറൊരു വിശേഷത പറഞ്ഞു ഞാൻ തിരിഞ്ഞോളാം. ഞാൻ തിരിഞ്ഞ പദങ്ങൾ പേടിച്ചു പേടിക്കുന്നത്. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഒരു വാക്യം വായിക്കാമോ? എഫേസ്യ ലേഖനം 6:14. എഫേസ്യ 6:14. അതുകൊള്ള വാക്യമാണെങ്കിലും നിങ്ങളെ സത്യം കിട്ടിയും ശ്രദ്ധിച്ച്, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം. സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനം. ഏത് വ്യക്തിയെങ്കിലും സുവിശേഷം വന്നിട്ടുണ്ടോ അവിടെ സമാധാനം. ഏത് വീട്ടിൽ ഈ സുവിശേഷം എത്തിയിട്ടുണ്ടോ സമാധാനം. ഏത് ദേശത്ത് ഈ സുവിശേഷം ഉയർന്നിട്ടുണ്ടോ സമാധാനം. അത്യുന്നതങ്ങളുടെ ദൈവത്തിന് അടുത്തത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളത് വെപ്രാളമൊന്നല്ല, സമാധാനം. ഉയർന്ന കർത്താവ് മുറി കിടക്കില്ലെന്ന് അവിടെ ചെന്നിട്ടുണ്ട് നിങ്ങൾക്ക് സമാധാനം. പൗലോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞു, ക്രിസ്തു നമ്മുടെ സമാധാനം. പാടിക്കോട്ടെ, പറയുമ്പോ മുഴുവൻ പാട്ടായിരുന്നു. എന്നെ ചോദിക്കുന്നു പാടിക്കോട്ടെ.
മൂന്നാമത്തെ വിശേഷത, ഇത് പ്രത്യാശ തരുന്ന മാർഗം. പ്രത്യാശ തന്നെ പോയതുപോലെ തിരിച്ചു വരും. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോയതുപോലെ വരാം? പോയത് ഒന്നും പറയാതല്ലേ പോയ. നമ്മൾ ചോദിക്കുക അപ്പച്ചൻ അങ്ങനെ മരിച്ചത്, അപ്പച്ചൻ മരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാകും. അപ്പച്ചൻ എന്തെങ്കിലും പറഞ്ഞു? അപ്പച്ചനെ അപ്പച്ചൻ എന്തേലും പറഞ്ഞോ? ഓ, അപ്പച്ചനെ പറയാനാണ് ഇങ്ങനെ. ഇങ്ങനെ അപ്പച്ചൻ പോയി. മൂന്നുള്ളത് അക്കമ്മയാണ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം നോക്കി നിൽക്കും. തങ്കമ്മാനോട് ഏതാണ്ട് പറയാതെ തങ്കമ്മയെന്ന് വിടും. ഇങ്ങനെ അപ്പച്ചൻ പോയത്. പക്ഷെ ബാബിച്ചൊന്നും പറയുന്നില്ല. കർത്താവ് അങ്ങനെയാണോ പോയത്? കർത്താവ് അവൻ സ്വന്തം മുഴുവൻ കാര്യവും പറഞ്ഞു. ഞാൻ ഇന്നലെ പ്രസംഗത്ത് പറഞ്ഞു, ക്ലിയറാക്കി പറഞ്ഞേച്ചാ പോയത്. എന്തിനാ വന്നെന്നും എവിടുന്നാ വന്നെന്നും എന്തുവാ ചെയ്യാൻ പോയെന്നും ഇത് കഴിഞ്ഞ ചെന്നോടാ വേണേ രമ്യനല്ലേ വായിക്കാവോ? യോഹന്നാൻ 16:28 ആദ്യമായത് നിങ്ങൾ വായിച്ചോ? സമയം പോയതുകൊണ്ട് രമ്യ തന്നെ കുഴക്കണ്ട. യേശു ക്ലിയറാക്കി, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അവിടുന്നാണ് വന്നത്. ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. ക്ലിയറായിട്ടാണ് വന്നത്. എവിടാ, എങ്ങോട്ടാ വന്ന്, എന്തിനാ വന്ന്, എങ്ങോട്ടാ? ഇതുപോലെ നേരം പറഞ്ഞു വന്നു ഉട പോലും അറിയാൻ പറ്റില്ല. നമ്മൾ ചോദിക്കല് അച്ചാരി വിടുന്ന വന്ന യേശു ക്ലിയർ ആക്കി പറഞ്ഞു. ഞാൻ ഇന്നലെ പ്രസംഗം പറഞ്ഞു, വന്നെന്നാ പറഞ്ഞേക്കുന്നത്, ജനിച്ചെന്നല്ല. പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നു. അനിഷ്കാരവാദം വന്നു. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ വന്നപ്പോ അങ്ങനെ പറഞ്ഞല്ലേ? അതോ അനിഷ്കാരവാദം ഇന്ന് രാത്രി ജനിച്ചു അങ്ങനെ ഇപ്പോൾ പറഞ്ഞ ഇന്ന് രാത്രി ആക്കില്ല. എവിടെയാണ് അത് ഞാൻ കാണിക്കും. വന്നെന്നാ പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ യേശു വന്നു, നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. അനാദിയായും ശാശ്വതമായും ദൈവം വന്നു. എന്തിനു വന്നു? എല്ലാ വാക്കും എടുപ്പിക്കാൻ നേരമില്ല. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21-ാം വാക്യവും, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 31-ാം വാക്യവും, മർക്കോസിന്റെ
സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യവും മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 22-ാം വാക്യവും എനിക്ക് വായിക്കാൻ നോക്കുന്നതിന് വായിക്കും. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. അവരോട് ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാവും. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന്. 4 വാക്യം തന്നെ 4 യേശു ക്ലിയറായിട്ട് ആ കാര്യം പറഞ്ഞു. എന്തിനാ വന്നത്? മരിക്കാൻ വന്നതാണ്. യേശു പറഞ്ഞു മരിക്കാൻ വന്നതാണ്, ഞാൻ നിങ്ങളെല്ലാം ജീവിക്കാൻ വന്നതാണ്. ഇരുമ്പ് കാണുന്ന അറിയാം. അതാ 9 ആൺകുളെ നോക്കുന്നത്. കാരണം അങ്ങോട്ട് വന്ന് 2 അപാതി എടുക്കാം. എല്ലാവരും ജീവിക്കാൻ വന്നതാണ്, യേശു മരിക്കാൻ വന്നതാണ്. ഈ എല്ലാം ഞാൻ എപ്പോഴും പറയും പഠിച്ചേ. 1 അവിടുന്ന് പറഞ്ഞ് ഞാൻ മരിക്കാൻ വന്നതാണ്. 2 എവിടെ വെച്ചാ മരിക്കുന്നെന്ന് പറഞ്ഞു. 3 എങ്ങനെ മരിക്കുമെന്നും പറഞ്ഞു. 4 മരിച്ചു കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യം ഉയർത്തുമെന്നും പറഞ്ഞു. യോഹന്നാൻ 14 പഠിക്കുമ്പോൾ ഉയർത്തന്ന് പോകുമെന്ന് പറഞ്ഞു, പോയച്ച് തിരിച്ചു വരുമെന്ന് പറഞ്ഞു, വന്നിച്ച് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു, ഇരിക്കുന്ന ഇടത്ത് ഇരിക്കുമെന്നും പറഞ്ഞു. അപ്പോസ്തലന്മാർ പറഞ്ഞു അവനെ താൻ ഇരിക്കുന്ന പോലെ നമ്മൾ കാണുന്നതാവുകൊണ്ട് അവനോട് ഇതാ പ്രത്യാശ. സുവിശേഷം തരുന്നത് പ്രത്യാശയാണ് എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും വരും. വിശുദ്ധന്മാരെ ചേർത്ത് നമ്മളെ വീട്ടിൽ മുൻപറഞ്ഞ ദൈവമക്കളുണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കള്, വേണ്ടപ്പെട്ടവർ. കൊടുത്തതിനെ മാറ്റപ്പെടുമ്പോൾ അതീവ ദുഃഖമാണ്, ഇല്ലേ? എല്ലാവർക്കും കൊണ്ട് ദുഃഖം. ഭാര്യ മാറ്റപ്പെടുമ്പോൾ, ഭർത്താവ് മാറ്റപ്പെടുമ്പോൾ, പിള്ളേർ കടന്നു പോകുമ്പോൾ ദുഃഖമുണ്ടാകും. ദുഃഖം വരുമ്പോൾ കരയും. ചെറിയ ആൾക്കാർ ബിരുദരാകുന്നതാണ്. എന്റെ ഭാര്യ മരിച്ചു, എന്റെ കണ്ണിൽ നിന്ന് കൂടുതൽ വരപ്പോലൊരു കാരണങ്ങളെ 19 കൊല്ലം കൂടാതെ കപ്പടയാകുമ്പോൾ ഒടുവിൽ കണ്ണിന് പോലും വിടാതെയാവൻ. എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഓർമ്മ അയ്യോ സംരക്ഷിച്ച് ബോധ്യപ്പെടുത്തിയ ഭർത്താവ് മരിക്കുമ്പോ ഒടുവിൽ കണ്ണീര് വരികയല്ലേ? അങ്ങനെ വരുന്നില്ലെങ്കിൽ നിന്നെ പോലെ ഒരു മാറുന്ന ഇതാ അവൻ അധ്വാനിച്ചു കൊണ്ടുവന്ന് ഒരു ദിവസമെങ്കിലും എന്റെ ഭാഷ ഉപ്പ് കൂട്ടി തിന്നതാണെങ്കിൽ ഈ യേശുവിനെക്കാളും വലിയ വിശുദ്ധരാകണ്ട. തനിക്ക് പ്രിയനായ ലാസർ മരിച്ചപ്പോ യേശുകാരൻ, അത് കൂടുതൽ വേറെ അഭ്യുതൊന്നുമില്ല. പിന്നെ കരയുന്നതിന് പ്രമാണമുണ്ട് നമുക്ക്. അത് പൗലോസ് പറഞ്ഞു, പ്രത്യാശയില്ലാത്ത നമുക്ക് ദുഃഖമുണ്ട്. ആ ദുഃഖം ഉള്ളപ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവര് ഡെഡ്ബോഡി കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുനീര് വരും. എന്നാലും ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതെ അലക്ഷ്യമാക്കാതെ
പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടുകയും വാക്യങ്ങൾ ദൈവദാസന്മാർ പറയുമ്പോൾ അതിന് മുമ്പിലുള്ള വാക്യം ഒക്കെ പറയും. എന്നാന്നറിയാമോ? വലിയ പ്രത്യാശയാണ്. ഒരാൾക്കതിന് ചെന്നപ്പോ ഭാര്യ ഭർത്താവ് മരിച്ചു. അവന് 45 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആ ഭാര്യ അങ്ങനെ കരയ്ക്ക് സത്യങ്ങളുണ്ട്. അങ്ങനെ മാഷ് പറഞ്ഞു കരയാതെ ഞാൻ പറഞ്ഞ താൻ കരയാം ഒരു കാര്യം ഇയാൾക്ക് പറഞ്ഞാൽ മതി കരയാം. കരയട്ടെ. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം പല കരയുന്ന നല്ലതാണ്. കരയണം. പ്രത്യാശകൾ നമുക്ക് വായിക്കണം. സുവിശേഷം പ്രത്യാശ തരുന്ന എന്താണ് നമ്മുടെ പ്രത്യാശ? നമ്മെ വിട്ട് മൺമറഞ്ഞ ഈ അപ്പച്ചൻ അല്ലെ ഈ അമ്മ ഈ കുഞ്ഞ് അല്ലെ ഈ ഭാര്യ ഈ ഭർത്താവ് ഒരു പുത്തൻ ശരീരത്തോടെ വരും. അല്ലാതെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കന്നാലിയായിട്ടും ഒന്നും നടക്കുന്നില്ല. വരികയല്ല. പട്ടി അപ്പച്ചനാക്കാൻ തോന്നും. അതൊന്നും അല്ല നമ്മുടെ പ്രത്യാശ. ഞാൻ അടക്കം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പാടത്തന്റെ കാക്ക വന്നിരുന്നോണ്ട് പറയാൻ കളയാനായിട്ട് വരുന്നത്. കാക്ക വരുന്നത് കൊണ്ട് ഇതുവരെ കഥയുമാരെ കയ്യിൽ ഇരുന്ന് നിങ്ങൾക്കതൊന്നും അറിയുന്നില്ല. എടാ പട്ടിയായിട്ടും വരത്തില്ല, കാക്കയായിട്ടും വരത്തില്ല, കോഴിയായിട്ടും വരികയല്ല, കൊക്കായിട്ടും വരികയില്ല. വരുന്നത് എങ്ങനെയാണല്ലോ? പുത്തൻ ശരീരത്തോടെ. സുവിശേഷം പ്രത്യാശ തരുന്നതാണ്. പക്ഷേ ശബരിമൊന്നും ഏതൊരു ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂടാ, നീ വിളിക്കുന്നതായ കത്തില്ലായെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിളിക്കുന്നത് ലോകത്തിന്റെയോ മറ്റു പറ്റത്തിന്റെയോ മണികളത്രേ. ദൈവം ഓരോന്നിന് ഏകതിന്റെ രീതിയിൽ കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെ മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമശക്തികളുമുണ്ട്, സ്വർഗീയ ജനങ്ങളുമുണ്ട്. ഭൗമശക്തികളുടെ വേറെ, സ്വർഗീയ ജനങ്ങളുടെ വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ മുന്നിലെത്താനാവും. സഹോദരന്മാരെ, മനസ്സിലാക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ ലോകത്തോട് ഈ വൃത്തിമായ ധരിക്കുന്നത് ഈ ഈ വൃത്തിമായ അവർക്കൊക്കെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ളവരെ പ്രത്യാശയാണ്. ഇതുപോലെ പ്രത്യാശ ഏത് മാർഗത്തിലുണ്ട്, ഏത് വകുപ്പിലുണ്ടെന്ന് മൺമറഞ്ഞവരെല്ലാം ഒരു ദിവസം കാണും. ക്രിസ്തുവിൽ ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേറിക്കാൻ ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേറിക്കാൻ മരിച്ചു പോയ വിശ്വസ്തരെ മരിച്ചു പോയ വിശ്വസ്തരെ ഒരു
ദൈവം വെച്ചാല് ഇനി നമുക്ക് ഒന്നിച്ചു കൂടാം. ഇത്രയും നേരം നിങ്ങളെ കേട്ടിരുന്നതിന് നന്ദി. ഈ ബഹുമാന്യ കർത്തദാസന്മാരെല്ലാം ശുശ്രൂഷയിൽ സഹകരിച്ചതിനും നന്ദി. ഒരു കർത്തദാസന് അത്യാവശ്യം ഉണ്ടായിരുന്ന വീഡിയോ തോന്നി ശാരീരിക ക്ഷീണം ആ കർത്തദാസനെ ഈ മാന്യ കർത്തദാസന്മാർ ഇവിടെ ഇരുന്ന് ഒറ്റ അജിത്തൊക്കെ പുറകിൽ സഹായിക്കട്ടെ. എല്ലാ പിതാക്കന്മാര് കുഞ്ഞുങ്ങളൊക്കെ സഹകരിച്ചു. ഗമയം വായിച്ചതാണ്. നന്ദി. ഈ ഗായക സംഭവം എല്ലാവരും യോജിച്ച് ശുശ്രൂഷിച്ചു. നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേൽപ്പിക്കാം. ഇറങ്ങി പോകരുത്, സമയ അധികാരിക്ക് പോകരുതെന്ന് പറയണം. ഞാൻ സാധനം തന്നെ അവിടെ നിർത്തിയത്. ഇതിലെ പോകുന്നവരെ ഞാൻ കണ്ടോളാം. ഒരു മിനിറ്റ്. ആരോഗ്യം ഉണ്ടെങ്കിൽ ആ കൈ ഒന്ന് വീശി ദൈവത്തെ ബന്ധപ്പെടുന്നു. എന്തെങ്കിലും ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി എല്ലാവർക്കും ഇരിക്കാം. ഇന്നലെ ഇന്നൊക്കെ നന്നായിട്ട് മൈക്ക് വർക്ക് ചെയ്ത് കേട്ടോ. ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ തൊണ്ട വളരെ ബുദ്ധിമുട്ടിയൊക്കെ അവർക്ക് നല്ല സുഖകരമായ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.